PM ശ്രീ പദ്ധതി പുനരാരംഭിക്കുന്ന സൂചന നൽകി വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. പദ്ധതി നിർത്തിവെച്ചത് താൽക്കാലിക നടപടി. വിദ്യാഭ്യാസ അധികൃതരുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് സ്വീകരിക്കുമെന്നും എൻ ഷംസുദ്ദീൻ മലപ്പുറത്ത് പ്രതികരിച്ചു. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, ലീഗിന്റെ ഒരു മലക്കം മറിച്ചിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. PM ശ്രീ പദ്ധതി പുനരാരംഭിക്കുമെന്നുള്ള സൂചന നൽകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം PM ശ്രീ പദ്ധതി വീണ്ടും തുടങ്ങുന്നത് ആലോചിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് അത്യാവശ്യമാണ്. കാലിയായ ഒരു ഖജനാവാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി വലിയൊരു ഫണ്ട് അത്യാവശ്യമാണ്. അത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ആ രീതിയിലുള്ള ഫണ്ടുകൾ വേണം എന്നുള്ളത് കൃത്യമായി തന്നെ UDF-നും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും PM ശ്രീ പദ്ധതിയെ അവർ എതിർക്കാത്തതും അത് ഒരുപക്ഷെ വീണ്ടും കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അതായത് PM ശ്രീ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ രാഷ്ട്രീയ നിലപാടും പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് PM ശ്രീ പദ്ധതിയെ മുൻപ് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് പൂർണ്ണമായും എതിർത്തിരുന്നവരാണ് UDF. അത് കേന്ദ്രത്തിന്റെ നടപടികൾ അത് സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ അന്ന് ചെയ്തിരുന്നത് എന്നാണ് UDF പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ UDF അധികാരത്തിലെത്തിയപ്പോൾ നേരെ മലക്കം മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കൃത്യമായ പ്രതികരണം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അത് ഒരുപക്ഷെ നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിദഗ്ധരുമായി കൂടിയാലോചിക്കും എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അതിനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വരും നാളുകളിൽ കൂടുതൽ ഒരു കൃത്യത അല്ലെങ്കിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.